everyone, welcome back to our channel. Today vlog ഒരു വീഡിയോക്ക് എങ്ങനെയാണ് തമ്പനെയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ വന്നിട്ടുള്ളത്. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല ഈ ഒരു കണ്ടൻറ്റ്, പക്ഷെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ നമ്മുടെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും പറയാം. നമ്മൾ എന്തായാലും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തു. ഒരു വീഡിയോ ആയിട്ടാണ് എടുത്തത്. അതിനുശേഷം നമ്മൾ സെയിം വീഡിയോ ഗാലറിയിൽ വന്നിട്ട് മുകളിലൊരു ക്യാമറയുടെ ചിഹ്നം കണ്ടല്ലോ, ആ ഒരു ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ പോലെ കിട്ടും. നമ്മൾ സെപ്പറേറ്റ് ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ വീഡിയോ ആയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഗാലറി വന്നിട്ട് ആ ഒരു പോസ് നമ്മൾ ഫോട്ടോ ആക്കി മാറ്റി. അതിനുശേഷം നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തു. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന പിക്സാർട്ടിലാണ്, ക്യാൻവ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ശേഷം അതിൽ ആഡ് എ ഫോട്ടോ എന്നുള്ളടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചാൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന ആഡ് എന്നുള്ള ഈ ഒരു ചിഹ്നം നമ്മൾ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ക്രീനിലോട്ട് അപ്പോൾ ആ ഒരു ഫോട്ടോ വരുന്നതാണ്. ശേഷം നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒന്ന് ജസ്റ്റ് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ കട്ടൗട്ട് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേജിൽ വരും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഇങ്ങനെയാണ് കിട്ടുക എന്നുള്ള രീതിയിൽ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് നമ്മുടെ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തെടുത്താൽ ഇതുപോലെ ഇങ്ങനെ വരും. എന്നിട്ട് ഇതാ നമ്മളുടെ താഴെയുള്ള ഔട്ട്ലൈൻ എന്നുള്ളതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഒരു ചെറിയൊരു എഴുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു പിക്ചറിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഒന്ന് ഔട്ട്ലൈനായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് വരച്ചു കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടേത് നന്നായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം നന്നായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ടൗട്ട് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ആ ഒരു വരച്ചതിനനുസരിച്ച് അത് കട്ട് ചെയ്ത് വരും, അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ ഇറൈസറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്നും കൂടി നല്ല രീതിയിൽ വൃത്തിയാക്കാം, അല്ലെങ്കിൽ ഇറൈസർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് എവിടെയെങ്കിലൊക്കെ ഒരു തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇറൈസ് ചെയ്ത് കളയാം. എനിക്കിതിലൊന്നും തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. ശേഷം നമ്മളിതാ സെയിം ഇതിൽ തന്നെ ബോർഡർ എന്ന് കാണാം, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കളറുള്ള ബോർഡർ നമുക്ക് എടുക്കാം. എമൗണ്ട് ഇപ്പോൾ നിങ്ങൾ എത്ര എടുത്തോളൂ. ഞാനിപ്പോൾ മാക്സിമം ഒരു 25 അല്ലെങ്കിൽ അതാണ് എടുക്കാറ് കേട്ടോ. ഇപ്പോൾ ഞാൻ മാക്സിമം ഒരു 28 ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഷാഡോ എന്നുള്ളതിൽ ബ്ലർ എന്നുള്ളതിൽ നമ്മൾ 100 ആണ് കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് ഒരു ബ്ലർ മതി. പിന്നെ ഒപ്പേസിറ്റി എന്നുള്ളതിൽ നമ്മൾ 25 ആണ് കൊടുക്കുന്നത് കേട്ടോ. അത്രയും മതിയായിട്ടാണ്, 25 തന്നെ മാക്സിമം കുറച്ചുണ്ട് കേട്ടോ. ഷാഡോ ആകുമ്പോൾ വെച്ചാൽ കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി ഫീലിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് എല്ലാത്തിനും ഷാഡോ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബ്ലറിൽ 100 കൊടുത്തു, പിന്നെ ഓപ്പാസിറ്റിയിൽ 25 ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് നീക്കിയിട്ടുണ്ട്. ഞാൻ ബ്ലറ് 92 ആട്ടോ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതിൽ മാറ്റിയിട്ടുണ്ട്, കുറച്ചും ഇതായിക്കോട്ടെ വെച്ചിട്ട് കേട്ടോ. അതിന് ശേഷം ഗൈസ് നമ്മൾ വേറൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. വേറൊരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു, അതും ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ഔട്ട് ചെയ്തു. ഔട്ട്ലൈനിൽ പ്രസ് ചെയ്ത് ഇതുപോലെ ആ ഒരു ഫോട്ടോ നമ്മൾ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ കിട്ടി. ഇതിലും എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സെയിം ഫോട്ടോ തന്നെ നമ്മുടെ ഈ ഒരു ഇതിലോട്ട് എടുത്തു. ശേഷം നമ്മുടെ സ്ക്രീനിലോട്ട് വന്നു. ഞാൻ എന്ത് ചെയ്തു, ബോർഡർ വൈറ്റ് കൊടുത്തു. എമൗണ്ട് ഇത് 25 ഒക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിത് ഇതും സൈഡിലോട്ടൊന്ന് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യേണ്ടാവില്ല, അതും കൂടി ചെയ്യാം കേട്ടോ. നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ ഇതിലും നമ്മൾ ഷാഡോ കൊടുക്കുന്നുണ്ട്. ബ്ലർ 100 ആണ്, ഒപ്പേസിറ്റി 25 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ബ്ലർ ഞാൻ 92 ആട്ടോ കൊടുത്തത്. ജസ്റ്റ് ഒന്ന് ആ ഒരു ഫോട്ടോക്ക് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താൻ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ശേഷം ടെക്സ്റ്റ് എന്നുള്ള ഒരു നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തമ്പനെയിൽ മേക്കിംഗ്, ഞാനിപ്പോൾ എൻ്റെ ഒരു ടെക്സ്റ്റാണ് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് തമ്പനെയിൽ മേക്കിംഗ് വ്ളോഗ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണോ അതിനനുസരിച്ചുള്ള തമ്പനെയിൽ കൊടുക്കാം. ഈ ഒരു തമ്പനെയിലാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ തമ്പനെയിൽ കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ സെയിം ഒരു തമ്പനെയിൽ തന്നെ കൊടുക്കാൻ വിചാരിച്ചു, എന്താണ് വീഡിയോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫോട്ടോസ്, ഇപ്പം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ അതും ഞാൻ ഈ ഒരു കണ്ടൻറ്റുമായി ബേസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഞാൻ ഈ ഒരു കണ്ടൻറ്റുമായി ബേസ് ആയിട്ടുള്ള ഇമോജീസും പിന്നെ ടെക്സ്റ്റുമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളതനുസരിച്ച് മാറ്റം വരുത്തണം, നിങ്ങളുടെ കണ്ടൻറ്റിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ടെക്സ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു
മോഡൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ എടുത്തു. ശേഷം ഗൈസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ ഒരു മോഡൽ എടുത്തു. അതിന് ശേഷം സ്ട്രോക്ക് എന്ന് കാണാൻ പറ്റും. അത് നമ്മൾ വൈറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സ്ട്രോക്ക് ഒന്ന് വൈറ്റ് നമ്മുടെ ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 34 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മതി കേട്ടോ. ശേഷം നമ്മൾ നമ്മുടെ ഷാഡോ തന്നെ എടുത്തിട്ടുണ്ട്. ഷാഡോ എനിക്ക് എല്ലാത്തിലും പറയുന്നത് ഷാഡോ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ചിലയിലൊന്നും ഷാഡോ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഷാഡോ ഞാൻ ഇതിലും എന്താ പറയുക ഒപ്പാസിറ്റി ഒരു 38 ഒക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലർ 100 ആട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് അതും കൊടുത്തതിന് ശേഷം ഞാൻ അടുത്ത ഒരു നെക്സ്റ്റ് ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ഒരു ഇത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കർ ആഡ് ചെയ്യാണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ആഡ് ചെയ്യാം. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഏതും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ബേസ് ആയിട്ടുള്ള രീതിയിൽ ഞാനൊരു പിക്ചർ വെച്ചിട്ടുണ്ടല്ലോ അതിന് ഞാനൊരു ഫോൺ എന്നുള്ള രീതിയിലുള്ള ഇത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിക്കർ എന്നുള്ളതിൽ എന്തടിച്ചാലും നമുക്ക് ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഏത് നമുക്ക് സെലക്ട് ചെയ്യാം. കുറച്ച് ടൈം എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയിരുന്ന ഒരു ഫോണിൻ്റെ ഒരു ഇതെടുത്തു. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ബേസ് ആയിട്ടുള്ളത് എടുത്തു. ശേഷം ഞാൻ എന്താ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന ഒരു ചിഹ്നം കാണില്ലേ അതിൽ ഞാൻ ഈ ഒരു ഫോണൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം നമ്മളൊന്ന് ജസ്റ്റ് ആ സൈഡിലൊന്ന് പിടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത് നമ്മളുടെ ഇതിനനുസരിച്ചാണ് നമ്മുടെ കണ്ടൻറ്റ് ബേസിനനുസരിച്ച് നമ്മൾ ഫോട്ടോസും ടെക്സ്റ്റും പിന്നെ നമ്മുടെ ഇതിനനുസരിച്ച് വേണം അവിടെ തമ്മിൽ മേക്ക് ചെയ്യാൻ. ഇതൊരാളുടെ റെഫറൻസ് മേക്കിംഗ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു തമ്മിൽ അത് നിങ്ങൾ മനസ്സിലാക്കണേ. അപ്പോൾ ഓക്കെ ഗൈസ് നമ്മൾ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഫോൺ ആ ഒരു ഇതിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അതിനനുസരിച്ച് കണ്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു ഒരു ഫോങ്ങെ പിടിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് ഇത് ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് മലയാളത്തിലുള്ള ടെക്സ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളിപ്പോൾ ഞാൻ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് തമ്മിൽ കണ്ടാലാണ് ആളുകൾക്ക് എന്തുണ്ടാവുക നമ്മളുടെ ചാനൽ ആ വീഡിയോ കാണാനൊരു ക്രേസ് തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ തമ്മിൽ മാക്സിമം നല്ല രീതിയിലുള്ള ടെക്സ്റ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യുക. അപ്പം ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ഇത് ഞാൻ ബ്ലാക്ക് കളർ എടുത്തു. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ആയതുകൊണ്ട് ഒന്ന് എടുത്ത് കാണിക്കണമെങ്കിൽ ബ്ലാക്ക് വേണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ഇതനുസരിച്ച് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫോൺ ഓഫാക്കിയതാണ് ഗൈസ്. നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് കളർ കണ്ടോ ഒന്നും വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ് നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് ഒരു ബോണിയ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റാക്കി മാറ്റിയിട്ട് നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളിതാ ഇതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ഏകദേശം ഒരു ശരാശരി എന്ന് പറഞ്ഞ പോലെ നമ്മൾ തന്നെ അത് ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കൂട്ടി കുറച്ച് കറക്റ്റ് ആ ഒരു പ്രൊഫഷണൽ ഇതിൽ നമ്മൾ എത്തിച്ചു കൊടുത്തു. നടുവിൽ നമ്മളുടെ ഇതിനനുസരിച്ച് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തംബ്നെയിൽ മേക്കിംഗ് ബ്ലോഗ് എന്നുള്ള ഞാൻ സൈഡിലോട്ടാക്കി. എന്നിട്ട് ആ ഫോട്ടോസ് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് ഒന്ന് താഴത്തോട്ടൊന്ന് ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കുക. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തംബ്നെയിൽ മേക്കിംഗ് എന്നുള്ള ആ ഒരു ഇത് ഞാൻ സൈഡിലോട്ടാക്കി. എന്നിട്ട് ഇത് കുറച്ച് നടുവിലോട്ടാക്കി. അത് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അപ്പോൾ എന്താ ഞാൻ ഈ ഒരു ഇത് കറക്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ ഇനി നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ഈ ഫോണൊന്ന് ഞാൻ ജസ്റ്റ് ചെറുതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുള്ളത് ഒന്ന് ചെറുതാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ശേഷം ഗൈസ് നമ്മൾ വീണ്ടും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. മാക്സിമം നമുക്ക് ഇതിനുള്ള എത്ര ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ കഴിയുമെന്നൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാനിതാ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു ക്യാപ്ഷൻ പോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ ബ്ലാക്ക് കളർ എടുത്തു നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗൈസ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ ഒരു ഇത് നമ്മൾ ഓണാക്കി